നമസ്കാരം. സപ്തസ്വര യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോ ആയ NCERT ക്ലാസ് ഹിന്ദി ഷിരിജ് 2 ചാപ്റ്റർ 7 നേതാജി കാ ചഷ്മ എന്ന ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേതാജി കാ ചഷ്മ റൈറ്ററാണ് സ്വയം പ്രകാശ്. स्वयं प्रकाश जी का जन्म सन 1947 में इंदौर मध्य प्रदेश में हुआ. मैकेनिकल इंजीनियरिंग की पढ़ाई करके एक औद्योगिक प्रतिष्ठान में नौकरी करने वाले स्वयं प्रकाश का बचपन और नौकरी का बड़ा हिस्सा राजस्थान में बीता. സ്വയം പ്രകാശ് का जन्म सन 1947 അതായത് സ്വയം പ്രകാശ് ജിയുടെ ജനനം 1947 മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിലായിരുന്നു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച അദ്ദേഹം ഒരു ഔദ്യോഗിക സ്ഥാപനത്തിൽ, അതായത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻ്റ്, ഒരു വ്യാവസായിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ബചപ്പൻ മീൻസ് കുട്ടിക്കാലവും അതുപോലെ തന്നെ നൗക്കരി ജോലിയുടെ ഒരു ബഡാ ഹിസ്സ മീൻസ് ഒരു വലിയ പാർട്ടും രാജസ്ഥാനിലാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും ജോലിയുടെ ഭൂരിഭാഗം സമയം അദ്ദേഹം രാജസ്ഥാനിലാണ് ചിലവഴിച്ചത്. വസുധ പത്രിക കെ സമ്പാദൻ സെ ചുടേ രഹേദെ. ഇദ്ദേഹം വസുധ എന്ന മാഗസിനിൽ എഡിറ്റിങ്ങിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 8वें दशक में उभरे स्वयं प्रकाश आज समकालीन कहानी के महत्वपूर्ण हस्ताक्षर है. 8वें दशक എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80കളിൽ ഉബരെ മീൻസ് വളർന്ന, 80കളിൽ വളർന്നു വന്ന സ്വയം പ്രകാശ് ആജ് സമകാലീൻ കഹാനിക്ക്, ഇന്നത്തെ ഒരു കണ്ടംപററി സ്റ്റോറിയിൽ ഒരു മഹത്വപൂർണ്ണ ഹസ്താക്ഷർ ഒരു വൈറ്റൽ സിഗ്നേച്ചർ തന്നെ പതിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ സമകാലിക കഥകളിൽ അദ്ദേഹം ഒരു വൈറ്റൽ സിഗ്നേച്ചർ തന്നെ അദ്ദേഹത്തിനുണ്ട്. ഉൻകെ തേരെ കഹാനി സംഗ്രഹ് പ്രകാശിത് ഹോ ചുക്കേ ഹെ. അദ്ദേഹത്തിൻ്റെ 13 കഹാനികൾ പ്രകാശിത് ഹോ ചുക്കേ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിൻമേം സൂരജ് കബ് നികലേഗ ആയേഗെ അച്ഛേ ദിൻ ബി ആത്മീ ജാത് കാ ആത്മീ और സംധാൻ ഉല്ലേഖനീയ ഹെ. ഇതിൽ തന്നെ സൂരജ് കബ് നികലേഗ ആയേഗെ അച്ഛാ ദിൻ ബി ആത്മീ ജാത് കാ ആത്മീ और സന്താൻ തുടങ്ങിയ സ്റ്റോറികൾ, കഹാനികൾ ഉല്ലേഖനീയമാണ്, പ്രശംസനീയമാണ്, പ്രധാനപ്പെട്ടവയാണ്. उनके बीच में विनय और ईंधन ഉപന്യാസ ചർച്ചിത് രഹേ ഹെ. ഉപന്യാസ മീൻസ് എസ്സേ. അദ്ദേഹത്തിൻ്റെ എസ്സേകളായ ബീച്ച് മേം വിനയ് അവർ അതുപോലെ തന്നെ ഈന്തൻ തുടങ്ങിയവ ചർച്ചിത് രഹേ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ്, പോപ്പുലറാണ്. उनमें पहल सम्मान बनवाली पुरस्कार, राजस्थान साहित्य अकादमी पुरस्कार आदि पुरस्कारों से पुरस्कृत किया जा चुका है. അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റോറികൾക്കെല്ലാം ബൻവാലി പുരസ്കാർ, രാജസ്ഥാൻ സാഹിത്യ അക്കാദമി പുരസ്കാർ തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇൻകാ നിധൻ 2019 ഹുവാദ. അദ്ദേഹത്തിൻ്റെ മരണം 2019 ആയിരുന്നു. मध्यवर्गीय जीवन के कुशल चिदेरे स्वयं प्रकाश की कहानियाँ में वर्ग शोषण के विरुद्ध चेतना है तो हमारे सामाजिक जीवन में जाति संप्रदाय और लिंग के आधार पर हो रहे भेदभाव के खिलाफ प्रतिकार का स्वर भी है. रोचक किस्सा गोई शैली में लिखी गई है. उनकी कहानियाँ हिंदी की वाचिक परंपरा को समृद्ध करती है. മധ്യവർഗീയ ജീവൻ കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ ക്ലാസ് ലൈഫിൽ, മിഡിൽ ക്ലാസ് ജീവിതത്തിൻ്റെ ഒരു കുശൽ മീൻസ് സ്കിൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ്ററായിരുന്നു ആര്? സ്വയം പ്രകാശ് ജി. അദ്ദേഹം ഒരു മിഡിൽ ലൈഫിൻ്റെ ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരു പെയിൻ്ററായിരുന്നു. അദ്ദേഹത്തിന് മിഡിൽ ക്ലാസ് ജീവിതത്തെക്കുറിച്ച് കൂടുതലും നല്ലപോലെ ചിത്രീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കഹാനിയോമേ വർഗ് ശോഷൺ കെ, ഈ ഒരു സോഷ്യൽ ലൈഫിലുള്ള സ്റ്റോറികളിൽ അദ്ദേഹം കൂടുതലും പറയുന്നത് വർഗ് ശോഷൺ കെ വിരുദ്ധ ചേതന ഹേത്തോ. അദ്ദേഹത്തിന് ആ ഒരു വർഗ് ശോഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷന് എതിരായിട്ട് അദ്ദേഹത്തിനൊരു അവബോധം തന്നെ ഉണ്ടായിരുന്നു, ഒരു ഓപ്പോസിറ്റ് അവബോധം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ ഡിസ്ക്രിമിനേഷൻ തുടങ്ങിയവ ആചാരങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. हमारे सामाजिक जीवन में जाति संप्रदाय और लिंग के आधार पर हो रहे भेदभाव के खिलाफ प्रतिकार का स्वर भी है.
ജാതി, ലിംഗം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫീലിങ്സ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇതിനെല്ലാം എതിരായിട്ടൊരു വേർഡ്സുകൾ തന്നെയായിരുന്നു അദ്ദേഹം കൂടുതലും യൂസ് ചെയ്തിരുന്നത്. രോജക് കിസ്സാഗോയി ശൈലി മേം ലിഖി ഹെ, അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, കിസ്സാഗോയി ശൈലി മീൻസ് സ്റ്റോറി ടെല്ലിംഗ് ശൈലിയിലാണ് അദ്ദേഹം, ആ ഒരു രീതിയിലാണ് അദ്ദേഹം കഥകളൊക്കെ രചിച്ചത്. അതുപോലെ തന്നെ ഹിന്ദി കഥകളിൽ അദ്ദേഹത്തിൻ്റെ കഥകൾക്ക് ഒരു വാചിക് പരമ്പര മീൻസ് അദ്ദേഹത്തിൻ്റെ കവിതകൾക്കൊരു പ്രത്യേക വാചിക് പരമ്പര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓറൽ ട്രഡീഷൻ, ഹിന്ദി കഥകളിൽ അദ്ദേഹത്തിന് ഓറൽ ട്രഡീഷനിലൊരു പ്രത്യേക കഴിവ് തന്നെ അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട്. ചാരോം ഔർ സീമാവോം സെ ഗിരെ ഭൂഭാഗ് ക നാം ഹി ദേശ് നഹിം ഹോത്താ ഹെ, 4 വശവും അതിരുകളാലും ഭൂഭാഗങ്ങളാലും ചുറ്റപ്പെട്ട് കിടന്നാൽ അതിനെ ദേശം എന്ന് വിളിക്കാൻ കഴിയില്ല. ദേശ് ബൻതാ ഹെ ഉസ്മേം രഹ്നെ വാലെ സബി നാഗരികോം നദിയോം പഹാഡോം പേട് പൗധോം വനസ്പതിയോം പശു പക്ഷിയോം से और इन सबसे प्रेम करने तथा इनकी समृद्धि के लिए प्रयास करने का नाम देशभक्ति है. ദേശഭക്തി അല്ലെങ്കിൽ ദേശാവുന്നത് ഉസ്മേം രഹിനെ വാലെ സബി നാഗരികവും, അതിൽ താമസിക്കുന്ന നമ്മുടെ ദേശത്തിനുള്ളിൽ താമസിക്കുന്ന എല്ലാ നഗരവാസികളെയും ജനങ്ങളെയും, അതുപോലെ തന്നെ നദി റിവേഴ്സ്, പഹാഡും പർവ്വതങ്ങൾ, പേട് പൗധം മീൻസ് ട്രീസ്, അതുപോലെ വനസ്പതിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീപ്പേഴ്സ് വള്ളിലതകൾ അതൊക്കെ പറയും, പശു പക്ഷിയും, ഇതിൽ താമസിക്കുന്ന ഈ ജീവജാലങ്ങൾ സമസ്ത ജീവജാലങ്ങളും എന്താണ് ഔർ ഇൻ സബ്സെ പ്രേം കർണേ തഥ, അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും അതുപോലെ തന്നെ എനിക്ക് സമൃദ്ധി കേലിയെ പ്രയാസ് കർണേക്ക നാം ദേശഭക്തി ഹെ, അതുപോലെ തന്നെ നമ്മുടെ ദേശത്തിൻ്റെ സമൃദ്ധിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുമാണ് ദേശഭക്തി എന്ന് പറയുന്നത്. നമ്മുടെ ദേശ സമൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനത്തിനുമാണ് देशभक्ति എന്ന് പറയുക. നേതാജി का चश्मा कहानी कैप्टन चश्मे वाले के माध्यम से देश की करोड़ों नागरिकों को योगदान को रेखांकित करते हैं. നേതാജി का चश्मे കഹാനിയിൽ ക്യാപ്റ്റൻ ചഷ്മേ വാലയ്ക്ക് മാധ്യം സെ, ക്യാപ്റ്റൻ ചഷ്മേ വാലയിലൂടെ ദേശ് കി കരോടോ നാഗരികോം കെ യോഗദാൻ കോ രേഖാങ്കിത് കർത്തി ഹെ, ദേശത്തിലെ ഒരുപാട് കോടിക്കണക്കിന് നാഗരികരുടെ പീപ്പിൾസിൻ്റെ യോഗദാൻ കോ രേഖാങ്കിത് കർത്തി ഹെ, അവരുടെ പ്രയത്നങ്ങളെക്കുറിച്ച് രേഖാങ്കിത് കർത്തി ഹെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. जो इस देश में निर्माण में अपने अपने तरीके से सहयोग करती है, കാരണം അവരുടേതായ രീതികളിലൂടെ ഈ ദേശത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി, ഈ ദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കഹാനി യഹ് ഹേ കി ബഡേ ഹി നെഹിം, कहानी यह कहती है कि बड़े ही नहीं बच्चे भी इसमें ഷാമിൽ ഹെ, കഹാനി ഇത് പറയുന്നു, ബഡേ ഹി നെഹിം ഈ കഥകളിൽ അല്ലെങ്കിൽ ദേശഭക്തികളിലെല്ലാം ദേശത്തിന് വേണ്ടി പ്രയത്നം ചെയ്യുന്നതിൽ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചാപ്റ്ററിലേക്ക് പോകാം. നേതാജി കാ ചഷ്മ, നേതാജിയുടെ അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സ്പെക്ടക്കിൾസ് കണ്ണട, അതിനെക്കുറിച്ചാണ് ചാപ്റ്റർ. हालदार साहब को हर 15वें दिन कंपनी के काम के सिलसिले में उस कस्बे से गुजरना पड़ता था. ഹാൽദാർ സാഹബ് ഈ സ്റ്റോറിയിലെ കഹാനിയിലെ ഒരു ക്യാരക്ടറാണ് ഹാൽദാർ സാഹബ്. അദ്ദേഹം ഹർ 15वें दिन में, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, എല്ലാ 12 ദിവസത്തിലും കമ്പനിക്ക് കാം കെ സിൽസിലേമേം, കമ്പനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട്, കാം കെ സിൽസിലേമെന്ന് റിലേറ്റഡ് ടു വർക്ക്, കാം കെ സിൽസില എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു വർക്ക്, അദ്ദേഹത്തിന് കമ്പനിയുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉസ് കസ്ബേസെ, കസ്ബെ മീൻസ് ഗ്രാമത്തിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടത് എന്ന് വെച്ചാൽ പട്ടണവുമല്ല ഗ്രാമവുമല്ല, ഒരു മിഡിലായിട്ട് നിൽക്കുന്നത്. ഉസ് കസ്ബേസെ ഗുസർന പടുത്താത, ഗുസർന മീൻസ് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്, പാസിംഗ് ത്രൂ, അതാണ് ഗുസർന. हलदार साहब को हर 15वें दिन कंपनी के काम के सिलसिले में उस कस्बे से गुजरना पड़ता था. അദ്ദേഹത്തിന് കമ്പനിയുടെ ജോലിക്കാര്യവുമായി ബന്ധപ്പെട്ട് ആ ഒരു പട്ടണത്തിലൂടെ ദിവസവും കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. കസ്ബ ബഹുത്ത് ബഡാ നഹിംദ, കസ്ബ അത്രയ്ക്ക് വലുതൊന്നുമായിരുന്നില്ല. ജിസെ പക്ക മക്കാൻ കഹാ ജാ സകെ വൈസ കുച്ച് ഹി മഹാൻ മക്കാൻ അവർ ജിസെ ബാസാർ
कहा जा सके वैसा एक ही बाजार था जिसे पक्का मकान कहा जा सके അതായത് മക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് ബിൽഡിംഗ് മക്കാൻ മീൻസ് ബിൽഡിംഗ് പെർമനൻറ്റ് ബിൽഡിംഗ് എന്ന് പറയാനായിട്ട് വളരെ കുറച്ച് മക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ജിസെ ബാസാർ കഹാ ജാ സകെ വൈസാഹി ഏക് ഹി ബാസാർ ദ ഏത് മാർക്കറ്റ് എന്ന് പറയാനായിട്ട് ആകെ ഒരേ ഒരു മാർക്കറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കസ്ബേമേം एक लड़कों का स्कूल एक लड़कियों का स्कूल एक सीमेंट का छोटा सा कारखाना 2 ओपन एयर सिनेमाघर और एक तो നഗരപാലിക ബീതി കസ്ബേമേ പട്ടണത്തിൽ ഏക ലഡ്കോം കാ സ്കൂൾ ഒരു ആൺകുട്ടി സ്കൂൾ ബോയ്സ് സ്കൂളും ഒരു ഗേൾസ് സ്കൂളും അതുപോലെ തന്നെ ഏക സിമൻറ്റ് കാ ചോട്ടാസ കർഗാന മീൻസ് ഫാക്ടറി എന്നാണ് പറയുന്നത് കർഗാനയ്ക്ക് करगाना फैक्ट्री 2 ओपन एयर सिनेमाघर मीन्स थिएटर और एक तो നഗരപാലിക മുനിസിപ്പാലിറ്റി ആ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ബോയ്സ് സ്കൂൾ ഒരു ഗേൾസ് സ്കൂൾ ഒരു ചെറിയ സിമൻറ്റ് ഫാക്ടറി അതുപോലെ തന്നെ ഒരു സിനിമ തിയേറ്റർ അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയും ഉണ്ടായിരുന്നു നഗരപാലിക ദീത്തോ കുച്ച് കുച്ച് കർത്തി ബി രഹത്തി നഗരപാലിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ചെയ്യുന്ന ഒന്നായിരുന്നില്ല അവിടുത്തെ മുനിസിപ്പാലിറ്റി കബി കോയി സടക് पक्की करवा दी कभी कुछ पेशाब घर बनाए दिए कभी कबूतरों की छतरी बनवा दी तो कभी कभी सम्मेलन करवा दिया നഗരപാലിക അതായത് മുനിസിപ്പാലിറ്റി എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത് കബി കോയി സടക്ക് പക്കി കർവാദി എവിടെയൊക്കെ കുറച്ച് റോഡുകൾ ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്കി കർവാന മീൻസ് ടാർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കബി കുച്ച് പേശാബ്ഗർ ബൻവാദിയ പേശാബ്ഗർ മീൻസ് യൂറിനൽസ് മൂത്രപ്പുര ടോയ്ലറ്റ് പണിത് കൊടുത്തിട്ടുണ്ട് കബി കബൂത്തരോം കി ചത്തരി കുറച്ചെന്താണ് ഒരു തമാശ രൂപത്തിൽ പറയുകയാണ് കബി കബൂത്തരോം കി ചത്തരി മീൻസ് ഷെൽട്ടർ കബൂത്തരം എന്ന് പറഞ്ഞാൽ പീജൻസിന് ഷെൽട്ടർ പണിത് കൊടുത്തിട്ടുണ്ട് കവി സമ്മേളൻ കർവാദിയ പിന്നെന്താ കുറച്ച് കവി സമ്മേളനങ്ങളും അവിടെ നടന്നിട്ടുണ്ട് പോയറ്റിക് ഓർഗനൈസേഷൻ പോയറ്റിക് കോൺഫറൻസ് അവിടെ നടന്നിട്ടുണ്ട് इसी नगरपालिका की किसी उत्साही बोर्ड या प्रशासनिक अधिकारी ने एक बार शहर के मुख्य बाजार के मुख्य चौराहे पर नेताजी का सुभाष चंद्र बोस की एक संगमरमर की प्रतिमा लगवा दी നഗരപാലികയിലെ പ്രധാനപ്പെട്ട ഒരു എനർജറ്റിക്കായ ഒരു ബോർഡ് അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു നഗരപാലികയുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ബോർഡ് അല്ലെങ്കിൽ ഒരു പ്രശാസനിക് അധികാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഏക് ബാർ ഷഹർ കെ മുഖ്യ ബാസാർ കെ മുഖ്യ ചൗരാഹെ പർ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് കാ ഏക് സംഗമരമർ കി പ്രതിമ ലഗ്വാദി ഒരു പ്രാവശ്യം അദ്ദേഹം ഷഹറിൻ്റെ ആ ഒരു പട്ടണത്തിലെ മുഖ്യ ബാസാർക്കെ മുഖ്യ ചൗരാഹെ പ്രധാനപ്പെട്ട മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ചൗരാഹെ മീൻസ് ക്രോസ് റോഡിൽ ആ പ്രധാനപ്പെട്ട ഒരു ക്രോസ് റോഡിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ്കിയേക്ക് സംഗമർമർ പ്രതിമ ലഗ്വാദി ഒരു സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു മാർബിൾ കൊണ്ടിട്ടുള്ള സംഗമർമർ മീൻസ് മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രതിമ ആ നഗരത്തിൻ്റെ ഒത്ത നടുക്ക് ആ പട്ടണത്തിൻ്റെ ഒത്ത നടുക്ക് സ്ഥാപിച്ചിട്ടുണ്ട് യഹ് കഹാനി ഉസി പ്രതിമാക്കെ ബാരെ മേ ഹേ ബൽക്കി ഉസ്കെ ബി ഏക് ചോട്ടെ സെ ഹിസ്സെ കെ ബാരെ മേ ഹേ ഈ കഹാനി എന്ന് പറയുന്നത് ആ ഒരു പ്രതിമയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു പ്രതിമയുടെ ഏക് ചോട്ടെ സെ ഹിസ്സെ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു പാർട്ടിനെ കുറിച്ച് മാത്രമാണ് ഈ സ്റ്റോറി പറയുന്നത് पूरी बात तो अब पता नहीं लेकिन लगता है कि देश के अच्छे मूर्तिकारों की जानकारी नहीं होने और अच्छे मूर्ति की लागत अनुमान और उपलब्ध बजट से कहीं बहुत ज़्यादा होने के कारण काफ़ी समय ऊहापोह और चिट्ठी पत्री में बर्बाद हुआ होगा और बोर्ड की शासनाविधि समाप्त होने की घड़ियों में किसी स्थानीय कलाकार को ही अवसर देने का निर्णय किया गया होगा അതായത് പൂരി ബാത്ത് अब पता नहीं ഇപ്പോൾ
കാര്യങ്ങളെല്ലാം ഒന്നും അറിയില്ല. ഇവരെന്തിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. അതാണ് പറയുന്നത്, ഇപ്പോൾ കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തില്ല. ലേക്കിൻ ലഗ്താ ഹേ കി, പക്ഷേ തോന്നുന്നു, ദേശ് കെ അച്ഛേ മൂർത്തികാരോം കി ജാൻകാരി നെഹിം ഹോനേക്ക്, ദേശത്തിൽ നല്ല ഒരു സ്കൾപ്ചർ ശില്പികളെക്കുറിച്ച് ഉള്ള അറിവില്ലാത്തത് കൊണ്ടാണോ, അതോ അച്ചി മൂർത്തിക്കാൽ ലാഗത്ത് അനുമാൻ അവർ ഉപലബ്ധ ബജറ്റ് സെ കഹിം ബഹുത്ത് ജാദ ഹോനേക്ക് കാരൻ, അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റാച്യുവിന് അവരുടെ ബജറ്റിനേക്കാൾ വില കൂടുതലായതുകൊണ്ടാണോ, അതോ കാഫി സമയം ഊഹാപോഹ അവർ ചിട്ടി പത്രിമേം ബർബാദ് ഹുവാ ഹോഗ, ഇതൊക്കെ കൊണ്ടാണോ എന്നറിയത്തില്ല. ആശയവിനിമയത്തിലും അതുപോലെ പേപ്പർ കാര്യങ്ങളിലും കത്തിടപാടുകളിലുമെല്ലാം ഒരുപാട് സമയം ചിലവഴിച്ചത് കൊണ്ടാണോ, ഇതൊന്നും അറിയില്ല. और बोर्ड की शासनावधि समाप्त होने के घड़ियों में किसी, അല്ലെങ്കിൽ ബോർഡ് ഈ ഒരു നഗരപാലിക ബോർഡ് മുനിസിപ്പാലിറ്റി ബോർഡിൻ്റെ ശാസനാവധി സമാപ്ത, അവരുടെ ഒരു ഡ്യൂറേഷൻ, അവരുടെ ഒരു പീരീഡ് കഴിഞ്ഞത് കൊണ്ടാണോ, ആ ഒരു സമയം ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. കിസി സ്ഥാനീയ കലാകാർ കോ ഹി അവസർ ദേനെ കാ നിർണയ കിയാ ഗയാ ഹോഗ, ഏതെങ്കിലും ഒരു പ്രാദേശിക കലാകാരനെ കൊണ്ട്, ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്ത് ചെയ്യണം, അവസർ ദേനേക്ക നിർണയ കിയാ ഗയാ ഹോഗ, അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, അവസർ ദേന മീൻസ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അവിടെ പ്രതിമ കൊണ്ടുവെക്കുകയൊന്നുമല്ല ചെയ്തിരിക്കുന്നത്, അവിടെ വെച്ച് പ്രതിമ അവിടെയുള്ള ഒരു പ്രാദേശിക കലാകാരൻ, ഒരു ആർട്ടിസ്റ്റാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ നല്ലൊരു ആർട്ടിസ്റ്റിന്, ചിലപ്പോൾ ആ പ്രതിമേൻ അത്രയ്ക്ക് ക്ലിയർ ആവാത്തത് കൊണ്ടായിരിക്കും, നല്ലൊരു സ്കൾച്ചറിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അതോ മൂർത്തി കൊണ്ട്, സ്റ്റാച്ചു വാങ്ങിച്ചു കൊണ്ട് വെക്കാൻ അവരുടെ ബജറ്റിൽ പൈസ തികയാത്തത് കൊണ്ടാണോ, എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു ബോർഡിൻ്റെ മൂർത്തി വെക്കാൻ അനുവദനീയപ്പെട്ട ആ ഒരു ബോർഡിൻ്റെ ശാസനാവധി, കാലാവധി കഴിയുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അവിടെയുള്ള ഒരു പ്രാദേശിക കലാകാരനെ കൊണ്ടാണ് എന്ത് ചെയ്യിച്ചത്, ആ ഒരു സുഭാഷ് ചന്ദ്രബോസ്ജിയുടെ മൂർത്തി പണി കഴിപ്പിച്ചത്. അവർ अंत में कस्बे के इकलौते हाई स्कूल के इकलौते ड्राइंग मास्टर मान लीजिए मोतीलाल जी को ही यह काम सौंप दिया गया होगा. और अंत में അവസാനം ആ ഒരു മൂർത്തിലാൽജിയെ കൊണ്ട്, മൂർത്തിലാൽജി अंत में കസ്ബെ കെ ഇക്കലൗത്തെ ഹൈസ്കൂൾ കെ ഇക്കലൗത്തെ ഡ്രോയിങ് മാസ്റ്റർ, കസ്ബയിലെ ഒരേ ഒരു, ഇക്കലൗത്തെ മീൻസ് ഒരേ ഒരു ഹൈസ്കൂളിലെ ഒരേ ഒരു ഡ്രോയിങ് മാസ്റ്ററെ കൊണ്ട് എന്ത് അദ്ദേഹത്തിൻ്റെ പേരാണ് മോത്തിലാൽജി, അദ്ദേഹത്തിന് ഈ ജോലി ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. ജോ മഹീനെ ബർമെ മൂർത്തി ബനാക്കർ പടക് ദേനേക്ക വിശ്വാസ് ദിലാ രഹേദെ, അദ്ദേഹം എന്ത് പറഞ്ഞു, ഞാനൊരു മാസത്തിനുള്ളിൽ മൂർത്തി ഉണ്ടാക്കി പടക് ദേന മീൻസ് ഡെലിവർ, തിരികെ ഏൽപ്പിക്കാമെന്ന വിശ്വാസം അദ്ദേഹം നൽകി. എന്ന് വെച്ചാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം മൂർത്തി പണി കഴിപ്പിച്ച് തരാമെന്ന് അദ്ദേഹം വാക്ക് നൽകി. ജൈസെ കി കഹാ ജാ ചുക്കാ ഹെ മൂർത്തി സംഗ്മർമർ കി ദി, പറഞ്ഞതുപോലെ തന്നെ, ജൈസെ കി കഹാ ചുക്കാ ഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ, മൂർത്തി സംഗ്മർമർ കി ദി, മൂർത്തി എന്തിൻ്റെ ആയിരുന്നു, സ്റ്റാച്ചു മാർബിളിൻ്റേതായിരുന്നു. സംഗ്മർമർ മീൻസ് മാർബിളിൻ്റേതായിരുന്നു. ടോപ്പി കി നോക് സെ കോട്ട് കെ ദൂസരെ ബട്ടൺ തക്ക് കോയി 2 ഫൂട്ട് ഊഞ്ചി ഹെ, അതായത് മൂർത്തിയുടെ തൊപ്പിയുടെ നോക്ക് മീൻസ് ഒരറ്റം മുതൽ കോട്ടിക്ക് ദൂസരെ ബട്ടൺ തക്ക്, കോട്ടിൻ്റെ രണ്ടാമത്തെ ബട്ടൺ വരെ 2 ഫൂട്ട് ഊഞ്ചീതി, 2 ഫൂട്ട് ഹൈറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ജിസെ കഹത്തെ ഹേ ബസ്റ്റ്, അതിനെയാണ് എല്ലാവരും ബസ്റ്റ് എന്ന് പറഞ്ഞത്. അവർ സുന്ദർദി, അതുപോലെ തന്നെ സുന്ദർ, ബ്യൂട്ടിഫുൾ ആണെന്ന് പറഞ്ഞു. നേതാജി സുന്ദർ ലഗ് രഹേദെ, നേതാജീനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുച്ചു കുച്ചു മാസും അവർ കംസിൻ, കുറച്ച് എന്താ, മാസും എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് ആണ്, അതുപോലെ തന്നെ കംസിൻ എന്ന് പറഞ്ഞാൽ ആർദ്രനും ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ് ഫീൽ ചെയ്തത്. ഫൗജി വർദി മേ ഹേ, ഫൗജി വർദീമേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൗജി മീൻസ് പട്ടാളക്കാരുടെ യൂണിഫോമിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫൗജി വർദി എന്ന് പറഞ്ഞാൽ യൂണിഫോം, ഫൗജി വർദി എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരുടെ യൂണിഫോം. മൂർത്തി കോ ദേഖ്തേ ഹി ദില്ലി ചലോ ഔർ തും മുझे ഗൂൻ ദോ വഗൈര യാദ് ആനെ ലഗ്തേ थे, മൂർത്തിനെ കണ്ടപ്പോൾ മുതൽ
എന്താണ് ഓർമ്മ വന്നത്? ദില്ലി ചലോ എന്ന മുദ്രാവാക്യം, അതുപോലെ തന്നെ തും മുജെ ഗൂൻ ദോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ എന്ന മുദ്രാവാക്യവുമാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 മുദ്രാവാക്യങ്ങളാണ് ദില്ലി ചലോ, തും മുജെ ഗൂൻ ദോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, പകരം ഞാൻ സ്വാതന്ത്ര്യം തരാമെന്ന മുദ്രാവാക്യവും ഈ ഒരു സുഭാഷ് ചന്ദ്രജിയുടെ പ്രതിമ കണ്ടപ്പോൾ ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. ഇസ് ദൃഷ്ടി സെ യഹ് സഫൽ അവർ സരാഹനീയ പ്രയാസ്ത, ഈ ഒരു നോട്ടത്തിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ യഹ് സഫൽ ഒരു വിക്ടറിയുമായിരുന്നു, അതുപോലെ തന്നെ സരാഹനീയ പ്രശംസനീയമായിരുന്നു, കമൻറ്റബിളുമായിരുന്നു. കേവൽ ഏക് ചീസ് കി കസർ മീൻസ് കമീതി, അതായത് കമീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ്, മിസ്സിങ്, ഒരേ ഒരു കാര്യം മാത്രമേ അവിടെ ഒരു മിസ്സിങ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ജോ ദേഖ്തേ ഹി ഘടക്തി, അത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷനും ഫീൽ ചെയ്യുമായിരുന്നു. ഘടക്തി മീൻസ് ഇറിറ്റേഷൻ. നേതാജിക്ക് ആങ്കോം പർ ചഷ്മ നഹിന്ദ, ആ ഒരു മിസ്സിങ് എന്തായിരുന്നു? നേതാജിയുടെ കണ്ണുകളിൽ എന്തുണ്ടായിരുന്നില്ല? ചഷ്മ, സ്പെക്ടക്കിൾ, കണ്ണട ഉണ്ടായിരുന്നില്ല. യാനി ചഷ്മ തോദ ലേക്കിൻ സംഗമർമാർക്ക നഹിന്ദ, ചിലപ്പോൾ ചഷ്മ ഉണ്ടായിരുന്നായിരിക്കും, അത് സംഗമർമർക്ക നഹിന്ദ, സംഗമർമർ മീൻസ് മാർബിളിൻ്റേതായിരുന്നിരിക്കില്ല. ഏക്ക് സാമാന്യ അവർ സച്ച് മുജ്കെ ചഷ്മേ കാ ചൗഡ കാല ഫ്രെയിം മൂർത്തി കോ പഹന ദിയാ ഗയാ. ഏക്ക് സാമാന്യ അവർ സച്ച് മുജ്കെ ചഷ്മേ കാ ചൗഡ, ആ ഒരു ചഷ്മേൻ്റെ ചൗഡ മീൻസ് ഫ്രെയിം, ചൗഡ എന്ന് പറഞ്ഞാൽ ഫ്രെയിം അല്ല, വിസ്തൃതി, വൈഡായിട്ടുള്ള ഒരു കണ്ണടയായിരിക്കും. കാല ഫ്രെയിം മൂർത്തിക്കോ പെഹനാദിയ, അദ്ദേഹത്തിൻ്റെ മൂർത്തിയുടെ കണ്ണുകളിൽ എങ്ങനെയുള്ള കണ്ണട വെച്ചിരുന്നിട്ട് ഒരു വൈഡായിട്ടുള്ള ഒരു കറുത്തിട്ടുള്ള ഫ്രെയിമുള്ള ഒരു കണ്ണടയായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വെച്ചിരുന്നത്, ആ പ്രതിമയുടെ സ്റ്റാച്ചുവിൻ്റെ കണ്ണുകളിൽ വെച്ചിട്ടിരുന്നത്. ഹൽദാർ സാഹിബ് ജബ് പഹലി ബാർ ഈസ് കസ്ബे से गुजर और चौराहे पर पान गाने को रुक, तभी उन्होंने इसे लक्षित किया और उनके चेहरे पर एक कौतुक भरी मुस्कान फैल गई है. हालदार साहब जब पहली बार इसे കസ്ബെ സെ ഗുസറെ, ഹാൽദാർ സാഹിബ് ആദ്യമായിട്ട് ഈ ഒരു സഹറിലൂടെ, കസ്ബയിലൂടെ കടന്നു വന്നപ്പോൾ ചൗരാഹെ പർ പാൻ ഗാനെ രുക്കെ തബി, അദ്ദേഹം ആ ഒരു കവലയിൽ, ക്രോസ് റോഡിൽ എന്താ ചെയ്തു? പാൻ ഗാനെ, പാൻ മീൻസ് വെറ്റില, വായിലിട്ട് ചവയ്ക്കുന്ന ഒരു സംഭവമാണ് പാൻ എന്ന് പറയുന്നത്. അത് ചവയ്ക്കാൻ വേണ്ടിയിട്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ഒരു ക്രോസ് റോഡിൽ കൊണ്ട് നിർത്തുകയും തബി ഉന്നോനെ ഇസെ ലക്ഷിത് കിയ ഓർ ഉൻകെ ചെഹരെ പർ ഏക് കൗതുക് ഭരി മുസ്കാൻ ഫൈൽ ഗയിൽ, അദ്ദേഹം ഈ പ്രതിമയിലേക്ക് ലക്ഷിത് കിയ മീൻസ് നോക്കുകയും ഉൻകെ ചെഹരെ പർ കൗതുക് ഭരി മുസ്കാൻ, അദ്ദേഹത്തിൻ്റെ ചെഹരെ, ഫേസിൽ ഒരു കൗതുക് ഭരി മുസ്കാൻ, ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു പുഞ്ചിരി വിരിയുകയും ചെയ്തു. ഫൈൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക, അതായത് ഇവിടെ പുഞ്ചിരി വിടരുക. वाह भाई यह आइडिया भी ठीक है, मूर्ति पत्थर की लेकिन चश्मा रियल. വാ ഭായി യഹ് ഐഡിയ ബി ടീക്ക്, ഈ ഐഡിയ നല്ലതാണല്ലോ. മൂർത്തി പത്തർ കീ ഹെ, മൂർത്തി എന്താണ്? സ്റ്റാച്ചു എന്താണ്? കല്ലും കൊണ്ടുള്ളതാണ്. ലേക്കിൻ ചഷ്മ റിയൽ, ചഷ്മ എങ്ങനെയാണ്? ഒറിജിനലുമാണ്. ജീപ്പ് കസ്ബ ചോടുക്കർ ആകെ ബഡ് ഗയി, തബ് ബി ഹൽദാർ സാഹബ് ഇസ് മൂർത്തി के बारे में ही सोचते रहे और अंत में इस निष्कर्ष पर पहुंच की कुल मिलाकर कस्बे की नागरिकों का यह प्रयास सराहनीय ही कहा जाना चाहिए. ജീപ്പ് കസ്ബ ചോടുക്കർ ആകെ ബഡ് ഗയി, ജീപ്പ് കസ്ബ കടന്ന് മുന്നോട്ട് പോയി, ആ ഒരു പട്ടണം കടന്ന് മുന്നോട്ട് പോയി. തബ് ബി ഹൽദാർ സാഹിബ് ഇസ് മൂർത്തിക്ക് ബാരേമേ സോച്ചത്തെ രഹത്തെ ഹെ, അപ്പോഴും ഹൽദാർ സാഹിബ് ഈ ഒരു സ്റ്റാച്ചുവിനെ കുറിച്ച് സോച്ചത്തെ രഹെ മീൻസ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ ഒരു തോട്ടിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു. അവർ അന്ത്മേം ഈസ് നിഷ്കർഷ പർ പഹുഞ്ചേക്കി, അവസാനം ഈ ഒരു കൺക്ലൂഷൻ, നിഷ്കർഷ മീൻസ് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ഈ ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം എത്തി നിന്നു. कुल मिलाकर कस्बे के नागरिकों का यह प्रयास सराहनीय ही कहा जाना चाहिए. കുൽ മിലാക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും കൂടി ഓൾ ടുഗദർ, കസ്ബയിലെ നാഗരികരെ, പീപ്പിൾസിനെ എല്ലാം കൂടി വിളിച്ചു കൂട്ടിയിട്ട് പറയണം അവരുടെ ഈ ഒരു പ്രയാസം മീൻസ് ഇവരുടെ ഈ ഒരു പ്രയത്നം സരാഹനീയമാണെന്ന് പറയണം, അതായത് കമൻറ്റബിൾ ആണ്, പ്രശംസനീയമാണെന്ന് പറയേണ്ടതുണ്ട്. മഹത്ത് മൂർത്തിക്ക് രംഗ് രൂപക്ക യാ കതുക്ക നഹി, മഹത്ത് അവരുടെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത് സ്റ്റാച്ചുവിൻ്റെ കളറോ അല്ലെങ്കിൽ രൂപത്തിനെയോ കുറിച്ചല്ല, അല്ലെങ്കിൽ കതുക്ക നഹി, കത് മീൻസ് ആ ഒരു പ്രതിമയുടെ ഹൈറ്റിനെ കുറിച്ചോ അല്ല അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഉസ് ഭാവന ഹെ
वरना तो देशभक्ति भी आजकल मजाक की चीज़ होती जा रही है. അവരുടെ ആ ഒരു ഇമോഷൻ്റെ ആണ്. അവർക്ക് ആ ഒരു പ്രതിമ അവിടെ കൊണ്ട് വെക്കാൻ രാജ്യത്തോടുള്ള സ്നേഹം അവർ കാണിച്ചല്ലോ, അവരുടെ ആ ഒരു ഇമോഷൻ്റേതാണ്. അതല്ലെങ്കിൽ എന്താണ് വർണ്ണ, അല്ലെങ്കിൽ ദേശഭക്തി ബി ആജുകൽ മസാക്കി ചീസ് ഹോത്തി ജാ രഹി ഹെ. ദേശഭക്തി ഇന്നൊക്കെ എന്തായിത്തീരും, മസാക്കി ചീസ് ഹോത്തി ജാത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു കോമഡി പോലെ ഇവരെല്ലാവരും ഒരു തമാശ പോലെയായി കാണും ദേശഭക്തിയെല്ലാം. ദൂസരി ബാർ ജബ് ഹൽദാർ സാഹബ് ഉദർ സെ ഗുസർ തോ ഉനെ മൂർത്തി മേ കുച്ച് അന്തർ ദിക്കായ ദിയ. അടുത്ത ദിവസം ഹൽദാർ സാഹബ് ഈ ഒരു ചൗരാഹ, ഈ ഒരു റോഡിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം മൂർത്തിയുടെ സ്റ്റാച്യുവിൻ്റെ കുറച്ച് അന്തർ മീൻസ് ഡിഫറൻസ് കാണാൻ സാധിച്ചു. ധ്യാൻ സെ ദേക്കാത്തോ പായാക്കി ചശ്മ ദൂസരാഹെ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ, വളരെ കെയർ ആയിട്ട് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ചശ്മ ദൂസരാഹെ, ഇന്നലെ വെച്ച കണ്ണടയല്ല സ്റ്റാച്യുവിലുള്ളത്, മറ്റൊരു കണ്ണടയാണ്. പഹലെ മോട്ടെ ഫ്രെയിം വാല ചൗക്കോർ ചശ്മദ. മുൻപ് മോട്ടെ ഫ്രെയിം വാല, കുറച്ച് തടിച്ച ഫ്രെയിമുള്ള ഒരു ചൗക്കോർ മീൻസ് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു സ്പെക്ടക്കിളായിരുന്നു. അബ് താർക്കെ ഫ്രെയിം വാല ഗോൾ ചശ്മ ഹെ. ഇപ്പോൾ താർ മീൻസ് വയർ കൊണ്ടുള്ള ഒരു ഗോൾ ചശ്മ ഫ്രെയിമാണ്. അതായത് ആ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറും കൊണ്ടുള്ള ഒരു ഉരുണ്ടിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു കണ്ണടയാണ്. ഹാൽദാർ സാഹിബ് കൗതുക് ഓർ ബഡ. ഹാൽദാർ സാഹിബിന് ഒന്നും കൂടി ക്യൂരിയോസിറ്റി വർദ്ധിച്ചു. ബഡ മീൻസ് ഇൻക്രീസ് ചെയ്ത് വർദ്ധിച്ചു. വാ ഭായി ക്യാ ഐഡിയ ഹെ, മൂർത്തി കപ്പടെ നെഹിം ബദൽ സക്തി ലേക്കിൻ ചശ്മ തോ ബദൽ ഹി സക്തി ഹെ. എന്തൊരു ഐഡിയ നോക്കിയേ, മൂർത്തി അതായത് ആ സ്റ്റാച്യുവിൻ്റെ ഡ്രസ്സൊന്നും മാറുന്നില്ല, പക്ഷേ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെക്ടക്കിൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീസരി ബാർ ഫിർ നയാ ചശ്മദ. മൂന്നാമത്തെ ദിവസം വേറെ പുതിയ ചശ്മയായിരുന്നു, സ്പെക്ടക്കിളായിരുന്നു. ഹാൽദാർ സാഹിബ് की आदत पड़ गई हर बार कस्बे से गुजरते समय चौराहे पर रुकना. ഹൽദാർ സാഹിബിന് ഈ ഒരു ഹാബിറ്റ് ശീലമായി തുടങ്ങി. ഹാബിറ്റ്, ആദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാബിറ്റ്, ഹൽദാർ സാഹിബിന് ഈ ഒരു ഹാബിറ്റ് ഉണ്ടായി തുടങ്ങി. എന്താണ്, ഹർ ബർ കസ്ബേസെ ഗുസർത്തെ സമയം, എല്ലാ പ്രാവശ്യവും ആ ഒരു കസ്ബയിലൂടെ കടന്നു പോകുമ്പോൾ ചൗരാഹെ പർ രുക്ന, ആ ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയും പാൻ തിന്നുകയും അതുപോലെ മൂർത്തിക്കോ ധ്യാൻ സെ ദേഖ്ന, ആ ഒരു സ്റ്റാച്യുവിനെ ശ്രദ്ധാപൂർവ്വം നോക്കുകയും ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഒരു ഹാബിറ്റായി മാറി. ഏക് ബാർ ജബ് കൗതുഹുൽ दुर्दमनी हो उड़ा तो पान वाले से ही कुछ पूछ लिया. क्यों भाई, क्या बात है, यह तुम्हारे नेताजी का चश्मा हर बार बदल कैसे जाता है. एक बार जब കൗതുഹുൽ ദുർദമനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകൺട്രോളബിളായിട്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി അൺകൺട്രോളബിളായിട്ട് അദ്ദേഹം ആ ഒരു പാൻ ഷോപ്പുകാരനോട് ചോദിച്ചു, എന്താ സഹോദര, നിങ്ങളുടെ നേതാജിയുടെ കണ്ണട എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു. പാൻ വാലയ്ക്ക് ഗൂത് കെ മുഹ് പാൻ ടൂംസ ഹുവാദ. പാൻവാലയുടെ സ്വന്തം വായിൽ തന്നെ എന്താണ്, പാൻ ടൂംസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻ നിറച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോപ്പുകാരനും അദ്ദേഹത്തിൻ്റെ വായിൽ പാനിട്ട് ചവച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വഹിയേക്ക് കാല മോട്ട ഔർ ഗുസ് മിസാസ് ആദ്മീത. അദ്ദേഹം ഒരു കറുത്ത് തടിച്ചിട്ട് ഒരു വൾഗറായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. ഹാൽദാർ സാഹിബ് കാ പ്രശ്ന സുൻകർ വഹ ആങ്കോം ഹി ആങ്കോമേ ഹൻസ. ഹാൽദാർ സാഹിബിൻ്റെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് അദ്ദേഹം കണ്ണുകളിൽ ചിരിച്ചു. ഉസ്കി തോന്ത് തിർത്തി, അദ്ദേഹത്തിൻ്റെ വയറ് കുലുങ്ങുന്നുണ്ടായിരുന്നു. പീച്ചെ ഗൂംകർ ഉസ്കെ ദുക്കാൻ കെ നീച്ചെ പാൻ ദൂക്ക ഔർ അപ്പനി ലാൽ കാലി ബത്തീസി ദിക്കാക്കർ ബോല ക്യാപ്റ്റൻ ചശ്മേ വാലെ കർത്താ ഹെ. പീച്ചെ ഗുംകർ, പുറകോട്ട് തിരിഞ്ഞുകൊണ്ട് ടേൺ ചെയ്യുക. ഗുംകർ മീൻസ് ടേൺ ചെയ്യുക. ഉസ്നെ ദൂക്കാൻ കെ നീച്ചെ, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോപ്പിന് പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആ ഒരു കടയുടെ താഴെയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പാൻ ദൂക്ക മീൻസ് സ്പിറ്റ് ഔട്ട് ചെയ്യുക, തുപ്പുക. അവർ അപ്പനി ലാൽ കാലി ബത്തീസി, ചുമന്ന കറുത്ത ആ ഒരു പല്ലുകൾ കാട്ടി
അദ്ദേഹം പറഞ്ഞു, ക്യാപ്റ്റൻ ചഷ്മേവാല കർത്താദ, ഇത് ചെയ്തത് ക്യാപ്റ്റൻ ചഷ്മേവാലയാണ്. ക്യാപ്റ്റൻ ചഷ്മേവാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ക്യാരക്ടറാണ് ഈ ഒരു സ്റ്റോറിയിൽ. ക്യാ കർത്താ ഹേ ഹാൽദാർ സാഹിബ് കുച്ച് സമജ് നെഹിം പായേ, എന്ത് ചെയ്തു? ഹാൽദാർ സാഹിബിന് ഒന്നും മനസ്സിലായില്ല. ചഷ്മ ചേഞ്ച് കർ ദേത്താ ഹേ, കണ്ണട ചേഞ്ച് ചെയ്യുന്നത് അദ്ദേഹമാണ്. ക്യാപ്റ്റൻ ചഷ്മേവാലയാണ് എല്ലാ ദിവസവും ഈ സ്റ്റാച്ചുവിൻ്റെ കണ്ണട ചേഞ്ച് ചെയ്യുന്നത്. പാൻവാലേനെ സമച്ചായ, പാൻവാല അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ക്യാ മത്ലബ് ക്യോം ചേഞ്ച് കർ ദേത്താ ഹേ, എന്ന് വെച്ചാൽ എന്തിനാണ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? ഹാൽദാർ സാഹബ് അബീബി നെഹിം സമജ് പായ, ഹാൽദാർ സാഹബിന് ഇപ്പോഴും ഒന്നും മനസ്സിലായില്ല. कोई गिराक आ गया समझो, उसको चौकट चाहिए तो कैप्टन किधर से लाएगा? तो उसको मूर्ति वाला दे दिया, उधर दूसरा बिठा दिया. കോയി ഗിരക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രാഹക്, കസ്റ്റമർ എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്, അതായത് ഈ ചഷ്മാവാലയ്ക്ക് ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്നു എന്ന് വെച്ചോ. ഉസ്കോ ചൗക്കട്ട് ചാഹിയെ, അയാൾക്ക് എന്ത് വേണം? വിസ്തൃതമായ വൈഡായിട്ടുള്ള ഫ്രെയിം വേണം. ചൗക്കട്ട് മീൻസ് ഫ്രെയിം, ചൗടെ മീൻസ് വൈഡ്, ചൗക്കട്ട് മീൻസ് ഫ്രെയിം. അവർക്ക് എന്ത് വേണം? വളരെ വിസ്തൃതമായിട്ടുള്ള ഫ്രെയിം വേണം. तो कैप्टन किधर से लाएगा? അപ്പോൾ ക്യാപ്റ്റൻ എവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കും? तो उसको मूर्ति वाला दे दिया, അപ്പോൾ ആര് കൊടുക്കും? മൂർത്തി വാല കൊടുക്കും. ഉദർ ദൂസര ബിഠാ ദിയ, എന്നിട്ട് അവിടെ വേറൊരെണ്ണം കൊണ്ടുവെക്കും. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ വേറൊന്ന് ഫിറ്റ് ചെയ്യും. അബ് ഹാൽദാർ സാഹബ് കോ കുച്ച് ബാത്ത് കുച്ച് സമസ് മേ ആയി. ഇപ്പോൾ ഹാൽദാർ സാഹബിന് കാര്യങ്ങളെല്ലാം കുറച്ച് മനസ്സിലാവാൻ തുടങ്ങി. ഏക്ക് ചഷ്മേ വാല ഹേ ജിസ്കാ നാം ക്യാപ്റ്റൻ ഹേ, ഒരു ചഷ്മേവാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെക്ടക്കിൾ സെല്ലറുണ്ട്, കണ്ണട വിൽക്കുന്ന ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ക്യാപ്റ്റൻ. ഉസേ നേതാജിക്ക് ബഗൈർ ചഷ്മേവാലെ മൂർത്തി ബുരി ലഗ്തി ഹേ, ചിലപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ചഷ്മേവാലയ്ക്ക് നേതാജിക്ക് ബഗൈർ ചഷ്മേവാലി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് സ്പെക്ടക്കിൾ, കണ്ണടയില്ലാതെ ആ ഒരു നേതാജിയുടെ സ്റ്റാച്യു കാണുന്നത് ആ ഒരു സ്പെക്ടക്കിൾ സെല്ലറിന് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നിക്കാണണം. ബൽക്കി ആഹത് കർത്തി ഹേ മാനോ ചഷ്മയ്ക്ക് ബഗൈർ നേതാജിക്കോ അസുവിധ ഹോ രഹി ഹോ, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താ ചഷ്മയ്ക്ക് ബഗർ വിത്തൗട്ട് ചഷ്മ, അതായത് വിത്തൗട്ട് സ്പെക്ടക്കിൾ, നേതാജിക്കോ അസുവിധ ഹോ രഹി ഹോ, നേതാജിക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടാകും. इसलिए वह अपनी छोटी सी दुकान में उपलब्ध गिने चुने फ्रेमों से एक नेताजी की मूर्ति को फिट कर देता है. അതുകൊണ്ട് അദ്ദേഹം അപ്പനി ചോട്ടി സി ദുക്കാൻ മേ, അദ്ദേഹത്തിൻ്റെ ചെറിയ കടയിൽ നിന്നും ഉപലബ്ധ് മീൻസ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രെയിമുകൾ, ഗിനെ ചുനെ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്തു, തിരഞ്ഞെടുത്ത് ഫ്രെയിമുകൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകളിൽ നിന്നും ചൂസ് ചെയ്തിട്ട്, അവൈലബിൾ ആയിട്ടുള്ളവരെണ്ണം ചൂസ് ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? നേതാജിക്ക് മൂർത്തി പർ ഫിറ്റ് കർ ദേത്താ ഹെ, നേതാജിയുടെ സ്റ്റാച്യുവിൽ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ലേക്കിൻ ജബ് കോയി ഗ്രാഹക് ആത്താ ഹെ, പക്ഷേ അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രാഹക് മീൻസ് കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ ഉസെ വൈസേ ഹി ഫ്രെയിം കി ദർക്കാർ ഹോത്തി ഹെ, അദ്ദേഹത്തിന് ആ ഒരു ഫ്രെയിം തന്നെ നീഡാണെങ്കിൽ, ആവശ്യമാണെങ്കിൽ, ദർക്കാർ മീൻസ് നീഡ്, ആ ഒരു പ്രതിമയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രെയിം തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ, ജൈസ മൂർത്തി പർ ലഗാ ഹെ, ആ ഒരു മൂർത്തിയിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫ്രെയിം തന്നെ ആ ഒരു കസ്റ്റമറിന് നീഡായിട്ട് വരികയാണെങ്കിൽ, तो कैप्टन चश्मे वाले मूर्ति पर लगा फ्रेम संभवत नेताजी से क्षमा मांगते हुए लाकर ग्राहक को दे देता है. അപ്പോൾ ചഷ്മേവാല മൂർത്തിയുടെ അടുത്ത് വന്ന് നേതാജിയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്ന് നേതാജിനോട് ക്ഷമ ചോദിച്ച് ആ ഒരു ചഷ്മ എടുത്തിട്ട്, ആ ഒരു സ്പെക്ടക്കിൾ എടുത്തിട്ട് ആർക്ക് കൊണ്ട് കൊടുക്കും? ഗ്രാഹക് മീൻസ് കസ്റ്റമറിന് കൊണ്ട് കൊടുക്കും. അവർ ബാദമേ നേതാജിക്കോ ദൂസരെ ഫ്രെയിം ലൗട്ടാ ദേത്താ ഹെ, അതിനുശേഷം നേതാജിക്ക് വേറൊരു ഫ്രെയിം കൊണ്ട് തിരിച്ചു കൊണ്ടുവെക്കുകയും ചെയ്യും. അങ്ങനെയാണ് ദിവസവും ഈ നേതാജിയുടെ ഫ്രെയിം, കണ്ണട മാറിക്കൊണ്ടിരിക്കുന്നത്. വാ ബൈ ഖൂബ്, വാ ക്യാ ഐഡിയ ഹേ, അപ്പോൾ സാറ് പറയാണ്, ഹാൽദാർ സാഹിബ് പറയാണ്, വാ ബൈ ഖൂബ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, ക്യാ ഐഡിയ ഹേ, എന്തൊരു ഐഡിയ ആണ്. ലേക്കിൻ ഭായി ഏക് ബാത് അഭി ഭി സമജ് മേ നഹി ആയി. ഹാൽദാർ സാഹിബ് ने पानवाली से फिर से पूछा, नेताजी का ओरिजिनल चश्मा कहाँ गया?
പക്ഷേ ഹൽദാർ സാഹിബിന് ഡൗട്ട് തീർന്നില്ല. അദ്ദേഹം പിന്നീടും പാൻ ഷോപ്പുകാരനോട് ചോദിക്കുകയാണ്, ലേക്കിൻ ബായി, പക്ഷേ ബായി, ഏക്ക് ബാത്ത് അബീബി സമജ്മേ നെഹിമായി, ഒരു കാര്യം എനിക്കിപ്പോഴും അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ല. സമജ് കർണമെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആവുക, മനസ്സിലാവുക. ഹൽദാർ സാഹിബിനെ പാൻവാലസെ ഫിർ പൂച്ച, ഹൽദാർ സാഹിബ് പാൻ ഷോപ്പുകാരനോട് പിന്നെയും ചോദിച്ചു, നേതാജി കാ ഒറിജിനൽ ചഷ്മ കഹാം ഗയാ, നേതാജിയുടെ ഒറിജിനൽ കണ്ണട സ്പെക്ടക്കിൾ എവിടെ പോയി? പാൻവാല ദൂസര പാൻ മൂഹ് ടൂംസ ചുക്കാത, പാൻവാല രണ്ടാമത്തെ പാനും അദ്ദേഹത്തിൻ്റെ വായുകളിലേക്ക് നിറച്ചു വെച്ചിരുന്നു. ദോപഹർ ക സമയത, ദോപഹർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉച്ച സമയം എന്നാണ് അർത്ഥം. ഉച്ച സമയമായിരുന്നു. ദുക്കാൻ പർ ഭീഡ് ബാഡ് അധിക് നെഹിന്ദ, ദുക്കാനിൽ ഇത്രയ്ക്കും തിരക്കുണ്ടായിരുന്നില്ല. വഹ് ഫിർ ആങ്കോം ഹി ആങ്കുമേ ഹൻസ, അദ്ദേഹം പിന്നെയും കണ്ണുകളിൽ ചിരിച്ചു. ഉസ്കെ തോന്ത് തിരുത്തീതി, അദ്ദേഹത്തിൻ്റെ വയറെന്താവുന്നുണ്ടായിരുന്നു, ഷെയ്ക്കാവുന്നുണ്ടായിരുന്നു. കന്തേക്ക് ടണ്ടി ഫേക്ക് പീച്ചെ മൂഡ്കർ ഉസ്നെ നീച്ചെ പീക്ക് തൂക്കി അവർ മുസ്കുരാത്തെ ഹുയെ ബോല, മാസ്റ്റർ ബനാന ഭൂൽ ഗയ. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വായിലുള്ള വേസ്റ്റ് കടയുടെ പുറകോട്ട് തിരിഞ്ഞിട്ട് അവിടെ ദൂക്കി മീൻസ് സ്പിറ്റ് ഔട്ട് ചെയ്തു. മുസ്കുരാത്ത ഹുവ ബോല, എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുസ്കുരാത്ത മീൻസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാസ്റ്റർ ബനാന ഭൂൽ ഗയ, ആ സ്റ്റാച്ചു ഉണ്ടാക്കിയ മാസ്റ്റർ ഉണ്ടാക്കാൻ മറന്നുപോയി കാണും. पानवाले के लिए यही एक मज़ेदार बात थी, लेकिन हलदार साहब के लिए चकित और द्रवित करने वाली है. പാൻവാലെ ഷോപ്പ്, അതായത് പാൻ ഷോപ്പുകാരന് ഇതൊരു കോമഡി കാര്യമായിരിക്കും, ഇതൊരു തമാശ കാര്യമായിരിക്കും. ലേക്കിൻ ഹൽദാർ സാഹിബ് കേലിയെ, ഈ ഒരു ഹൽദാർ സാഹിബിന് അത് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമായിരുന്നു. യാനി വഹ് ടീക്ക് ഹി സോച്ച് രഹേദേ, എന്നാലും അദ്ദേഹം ശരിയായിട്ട് അതിനെക്കുറിച്ചിരുന്ന് ആലോചിക്കുകയായിരുന്നു. മൂർത്തിക്ക് നീച്ചെ ലിഗ മൂർത്തികാർ മാസ്റ്റർ മോത്തിലാൽ വാ കൈ കസ്ബേ കാ അധ്യാപക് താ. മൂർത്തിക്ക് നീച്ചെ ലിഖ, അതായത് സ്റ്റാച്ചുവിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന ഒരു പേര് അദ്ദേഹം നോക്കി. മൂർത്തികാർ മാസ്റ്റർ മോത്തിലാൽ, അതായത് ഇതിൻ്റെ സ്കൾച്ചർ, ഇതിൻ്റെ ശില്പി മാസ്റ്റർ മോത്തിലാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വാക്കൈ കസ്ബേക്ക അധ്യാപക് ദ, അദ്ദേഹം ശരിക്കും, വാക്കൈ മീൻസ് റിയലി, വാക്കൈ റിയലി, ശരിക്കും അദ്ദേഹം ഈ കസ്ബയിലെ അധ്യാപകൻ തന്നെയായിരുന്നോ? ബേച്ചാരനെ മഹീനെ ഭർ മേ മൂർത്തി ബനാക്കർ പടക് ദേനേക്ക വാദ കർ ദിയ ഹോഗ. ചിലപ്പം ബേച്ചാരെ മീൻസ് പുവർ ഗൈ, അദ്ദേഹത്തിന് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പം സ്റ്റാച്ചു നിർമ്മിച്ചു കൊടുക്കണം, ഡെലിവർ ചെയ്യണം എന്നുള്ള ഒരു വാക്ക് അദ്ദേഹം കൊടുത്തിട്ടുണ്ടാകാം. बना भी ली होगी, लेकिन पत्थर में पारदर्शी चश्मा कैसे बना जाए, कांच वाला यह तय नहीं कर पाए होगा. അതായത് ബനാബി ലീ ഹോഗി, ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ലേക്കിൻ പത്തർമേ പാർദർശി ചഷ്മ, പാർദർശി മീൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ചഷ്മ കല്ലുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. കാഞ്ച് വാല, ഗ്ലാസിൻ്റെ പറ്റുമോ? യഹ് തൈ നെഹിം കർപ്പായ ഹോഗ, ചിലപ്പോൾ ഇതൊന്നും ശരിയായി കാണില്ല. യാ കോശിഷ് കി ഹോഗി, അല്ലെങ്കിൽ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, കോശിഷ് മീൻസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അവർ അസഫൽ രഹ ഹോഗ, പക്ഷെ അത് വിജയിച്ചിട്ടുണ്ടാകില്ല. യാ ബനാത്തെ കുച്ച് ഓർ ബാരീക്കിക്ക് ചക്കർ മെൻ ചഷ്മ ടൂട്ട് ഗയാ ഹോഗ, അല്ലെങ്കിൽ അത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എന്തായിട്ടുണ്ടാവാം, ചഷ്മ ടൂട്ട് ഗയാ ഹോഗ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോയിട്ടുണ്ടാകും. യാ പത്തർ കാ ചഷ്മ അലഗ് സെ ബനാക്കർ ഫിറ്റ് കിയാ ഹോഗ और वह നിഗൽ ഗയാ ഹോഗ, അല്ലെങ്കിൽ ഈ പത്തർ കൊണ്ട് അല്ലെങ്കിൽ ഒരു മാർബിൾ കൊണ്ട് അദ്ദേഹം വേറെ ചഷ്മ വേറെയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, പക്ഷെ അത് വീണ് പോയിട്ടുണ്ടാകും. നിഗൽ ഗയാ ഹോഗ, വീണ് പോയിട്ടുണ്ടാകും എന്ന് അദ്ദേഹം സ്വന്തമായിട്ടിരുന്ന് ആലോചിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു അധ്യാപകനായിട്ടുള്ള ഒരു വ്യക്തി ഈ സ്റ്റാച്ചു പണിതപ്പം കണ്ണട വെക്കാത്തത് എന്ന കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ അനുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. हलदार साहब को यह सब कुछ बड़ा विचित्र और कौतुक भरा लग रहा था. ഹൽദാർ സാഹിബിന് ഇതെല്ലാം വളരെ വിചിത്രവും കൗതുക് ഭര ക്യൂരിയസിറ്റിയുമായിട്ട് അദ്ദേഹത്തിന് തോന്നുകയായിരുന്നു. ഇനിയും ഗയാലോമേ ഗോയെ പാൻ കെ പൈസ ചുക്കാക്കർ, ഈ കാര്യങ്ങൾ ചിന്തിച്ച് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പാൻ കെ പൈസ ചുക്കാക്കർ, പാനിൻ്റെ പൈസ കൊടുത്തുകൊണ്ട് ചഷ്മേ വാലേക്ക് ദേശഭക്തി കെ സമക്ഷ നതമസ്തക് ഹോത്തെ ഹുയെ വഹ് ജീപ്പ് കി തരഫ്
चले फिर रुके पीछे मुड़ और पानवाले के पास जाकर पूछा, क्या कैप्टन चश्मे वाला नेताजी का साथी है या आज़ाद हिंद फौज का भूतपूर्व सिपाही है? അതായത് ചഷ്മേവാലയ്ക്ക് ദേശഭക്തിമേ ചഷ്മേവാല ആ ഒരു സ്പെക്ടക്കിൾ സെല്ലറിൻ്റെ ദേശഭക്തിയുടെ മുൻപിൽ അദ്ദേഹം ബൗ ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കുനിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീപ്പിന് നേരെ നടന്നു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ഫിർ റുക്കെ പെട്ടെന്ന് അദ്ദേഹം നിന്ന് പീച്ചെ മുടെ പുറകോട്ട് തിരിഞ്ഞിട്ട് പാൻ ഷോപ്പുകാരൻ്റെ പാസ് ജാക്കർ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, ക്യാ ക്യാപ്റ്റൻ ചഷ്മേവാല നേതാജി ക്യാ സാത്തി ഹേ? ഈ ക്യാപ്റ്റൻ ചഷ്മേവാല ഈ സ്പെക്ടക്കിൾ സെല്ലർ നേതാജിയുടെ കൂട്ടുകാരനാണോ? യാ ആസാദ് ഹിന്ദ് ഫൗജ് കാ ഭൂതപൂർവ്വ സിപ്പാഹി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളിലെ പണ്ടത്തെ പട്ടാളക്കാരനായിരുന്നോ ഇദ്ദേഹം? പാൻവാല നയാ പാൻ ഗാ രഹാദ. പാൻവാല അതായത് പാൻ ഷോപ്പുകാരൻ അടുത്ത പാനും വായിലേക്കിടാൻ തുടങ്ങുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ടിട്ട് പാൻ പക്കടെ അപ്പനെ ഹാത്ത് കോ മും സെ 1.5 इंच ദൂർ രോക്ക് കർ ഉസ്നെ ഹാൽദാർ സാബ് കോ ദാൻ ദേക്ക. അദ്ദേഹം വായിലേക്കിടാൻ തുടങ്ങിയ ആ ഒരു പാന് കയ്യിൽ പിടിച്ചുകൊണ്ട് വായിൻ്റെ ഏകദേശം 1.5 ഇഞ്ച് ദൂരത്തിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഹാൽദാർ സാഹിബിനെ ശ്രദ്ധിച്ചൊന്ന് നോക്കി. ഫിർ അപ്പനെ ലാൽക്കാലി ബത്തീസി ദിക്കായി അവർ മുസ്കുരാത്തെ ബോല നഹീം സാഹബ്. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹത്തിൻ്റെ ചുമന്ന് കറുത്ത പല്ലുകൾ കാണിച്ച് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നഹീം സാഹബ് അല്ല സാർ, വോ ലങ്കട ക്യാ ജായേഗ ഫൗജ് മേ. ആ ഒരു ലെയിം, ലങ്കട മീൻസ് ലെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടന്തുള്ള ആ ഒരു മനുഷ്യൻ എങ്ങനെ സൈന്യത്തിൽ ചേരാനാണ്? പാഗൽ ഹേ പാഗൽ, വെറും വട്ടനാണ് അയാൾ. വോ ദേക്കോ വോ ആ രഹാ ഹേ, അതാ വരുന്ന ചഷ്മേവാല അതിലെ വരുന്നുണ്ട്, അതാ. ആപ് ഉസീസെ ബാത് കർലോ, നിങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തോട് എന്താന്ന് വെച്ചാൽ ചോദിക്ക്. ഫോട്ടോ വാട്ടോ ചപ്പുവാദോ ഉസ്കാ കഹീം, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക, ഒട്ടിച്ച് വെക്കുക എന്ന് പാൻവാലയ്ക്ക് കുറച്ച് ദേഷ്യം വരാൻ തുടങ്ങി. നിങ്ങൾ ആ വട്ടനോട് എന്താന്ന് വെച്ചാൽ ചോദിക്കുക, അയാളുടെ ഫോട്ടോ എടുക്കുകയോ എവിടെയാണെന്ന് വെച്ചാൽ ഒട്ടിച്ച് വെക്കുകയോ ചെയ്യുന്ന കുറച്ച് ദേഷ്യത്തോടെ പറയുകയാണ് ഹൽദാർ സാഹിബിനോട്. ഹൽദാർ സാഹിബ് കോ പാൻവാലെ ദ്വാര ഏക് ദേശഭക്ത് കാ ഇസ് തരഹ് മസാഖ് ഉഡായ ജാന അച്ഛാ നെഹി ലഗ്ത. ഹൽദാർ സാഹിബിന് ആ ഒരു പാൻവാല ഷോപ്പ്, ആ പാൻ ഷോപ്പുകാരൻ്റെ ഈ ഒരു ദേശഭക്തമുള്ള ഒരു ആളോട് ഏക്ക് ദേശഭക്തിക്ക ഒരു ചഷ്മേവാല ഒരു ദേശഭക്തമുള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിനോട് ഇങ്ങനെ കാണിക്കുന്നത്, ഈ ഒരു തമാശ കാണിക്കുന്നത് അദ്ദേഹത്തിന് തീർച്ചയായും ഇഷ്ടം തോന്നിയില്ല. മുടുക്കർ ദേക്കാത്തോ ആവാക് രഹുകയെ, അദ്ദേഹം തിരിഞ്ഞു നോക്കി, ചഷ്മേവാല വരുന്നത് തിരിഞ്ഞു നോക്കി. തോ അവാക് രഹുകയെ, അദ്ദേഹം ഞെട്ടിപ്പോയി, അദ്ദേഹം ഷോക്ക്ഡായിപ്പോയി. അവാക് മീൻസ് ഷോക്കാവുക. एक बेहद बूढ़ा मरियल सा लंगड़ा आदमी फिर पर गांधी टोपी और आंखों पर काला चश्मा लगाए, एक हाथ में एक छोटी सी संदूक थी और दूसरे हाथ में एक बांस पर टंगे हुए बहुत से चश्मे लिए अभी एक गली से निकला था और अब एक बंद दुकान से सहारे अपना बांस टीका रहा था. एक बेहद मीൻസ് പറഞ്ഞാൽ बहुत ബൂട്ട മീൻസ് വളരെ ഓൾഡ് ആയിട്ടുള്ള, മരിയൽസ വീക്ക് ആയിട്ടുള്ള, ലങ്കട ലെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ചഷ്മേവാല സ്പെക്ടക്കിൾ സെല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വയസ്സായ വീക്കായ ഒരു ലെയിമുള്ള ഒരു വ്യക്തിയായിരുന്നു, ഒരു മുടന്തുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം സിർ പർ ഗാന്ധി ടോപ്പി और आंखों पर काला चश्मा लगाए, അദ്ദേഹം തലയിൽ ഒരു ഗാന്ധിജി തൊപ്പി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു കാല ചഷ്മ കറുത്ത കണ്ണടയും ഉണ്ടായിരുന്നു. ഏക് ഹാത്ത് മേം ഏക് ചോട്ടി സി സന്ദൂക് ജി, അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഒരു ചെറിയൊരു സന്ദൂക് ജി മീൻസ് ബോക്സ്, ട്രങ്ക് ബോക്സ് എന്നൊക്കെ പറയും കേട്ടോ. മരത്തിൻ്റെ പെട്ടിയും ഉണ്ടാവും, ഇരുമ്പിൻ്റെ പെട്ടിയും ഉണ്ടാകും. ട്രങ്ക് ബോക്സ് എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ചെറിയൊരു ബോക്സും അതുപോലെ തന്നെ ദൂസരെ ഹാത്ത് മേ മേക്ക് ബാംസ് പർ ടങ്കെ ബഹുത്ത് സി ചഷ്മ ലിയേ, രണ്ടാമത്തെ കയ്യിൽ ബാംസ് മീൻസ് ബാമ്പുവിൻ്റെ ഒരു വടിയിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ടങ്കെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്ത്? ബഹുത്ത് ചഷ്മേ, ഒരുപാട് കണ്ണടകൾ, ഒരു ബാംസ്, ഒരു മുളയിൻ്റെ ഒരു ഇതിൽ തൂക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം. അബി ഏക്ക് ഗലീസെ നിക്കലാത, അദ്ദേഹം അവിടെ നിന്ന് ഏതോ ഒരു ഗലി മീൻസ് സ്ട്രീറ്റിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ട് വന്നിരിക്കുന്നതാണെന്ന് തോന്നുന്നു. और अब एक बंद दुकान के सहारे अपना बांस टीका रहा था,
എന്നിട്ട് അദ്ദേഹം എങ്ങോട്ടാണ് നടന്നുപോയത്? ബന്ദ് ദുക്കാൻസ്, അടച്ചിട്ടിരിക്കുന്ന ഒരു കടയുടെ മുൻവശത്ത് ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ മുളയുടെ വടി അവിടെ ചാരി വെച്ചു. തോ ഇസ് ബേചാരേക്കോ ദുക്കാൻ ബി നഹിം ഹെ, അപ്പോൾ ഈ പാവത്തിന് കടയും ഇല്ല. ഫെരി ലഗാത്ത ഹെ, വളരെ വിഷമം തോന്നുന്നു. ഹാൽദാർ സാഹബ് ചക്കർ മേ പടുകയ, ഹാൽദാർ സാഹിബ് വളരെ ആശങ്കാക്കുഴപ്പത്തിൽ ഇരുന്നു പോയി. പൂച്ചന ചാഹത്തേത്തെ, അദ്ദേഹത്തിന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് ചോദിക്കാനും ആഗ്രഹമുണ്ടായിരുന്നു ആ പാൻ ഷോപ്പുകാരനോട് ഇദ്ദേഹത്തെക്കുറിച്ച്. എന്താണ് ചോദിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നത്? ഇസ് ക്യാപ്റ്റൻ ക്യോ കഹത്തെ ഹെ, ഈ ഒരു ക്യാപ്റ്റൻ എന്താണ് സംസാരിക്കുന്നത്? ക്യാ യഹി ഇസ്ക വാസ്തവിക് നാം ഹെ, ശരിക്കും ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്താണ്? ലേക്കിൻ പാൻവാലേനെ സാബ് ബതായ ദിയ കി അബ് വഹ് ഇസ് ബാരെ മേം ഓർ ബാത് കർനെ കോ തയ്യാർ നഹിം ഹെ, പക്ഷേ പാൻവാല ഷോപ്പുകാരൻ സാഫ് ബതാദിയ, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇനിയൊരു ചഷ്മേവാലേനെ കുറിച്ചൊന്നും പറയാനുമില്ല, അദ്ദേഹം അതിനെക്കുറിച്ച് പറയാൻ തയ്യാറുമല്ലായിരുന്നു. ഡ്രൈവർ ബി ബേജൈൻ ഹോ രഹാദ, ഡ്രൈവറും കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുമായിരുന്നു. അതായത് വളരെ ജോലി തിരക്കുള്ള സമയമാണ്. ഇത്രയും സമയത്ത് അവിടെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിന് ഡ്രൈവർക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. കാംബി ബഹുത്ത് ദ, ജോലിയും ഒരുപാടുണ്ടായിരുന്നു. ഹാൽദാർ സാഹബ് ജീപ്പ് മേം ബൈഠ്കർ ചലേ ഗയേ, ഹാൽദാർ സാഹിബ് അവസാനം ജീപ്പിൽ കയറി പോയി. 2 साल तक हालदार साहब अपने काम के सिलसिले में उस कस्बे से गुजरते रहे और नेताजी की मूर्ति में बदलते हुए चश्मों को देखते रहे. 2 വർഷക്കാലം അവിടെ ഹാൽദാർ സാഹബ് അദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ കസ്ബയിലൂടെ കടന്നു പോകുമായിരുന്നു, പാസിംഗ് ത്രൂ ചെയ്യുമായിരുന്നു. അവർ നേതാജിക്ക് മൂർത്തി മേം ബദൽത്തെ ഹുയ ചശ്മോं को देखते रहे, അതുപോലെ തന്നെ നേതാജിയുടെ കണ്ണുകളിൽ മാറിക്കൊണ്ടിരിക്കുന്ന കണ്ണടകളും അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതെല്ലാം വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കബി കോൽ ചശ്മ ഹോത്ത, കബി ചൗക്കർ, കബി ലാൽ, കബി കാല, കബി ധൂപ് കാ ചശ്മ, കബി ബഡേ കാഞ്ച്വാല ഗോഗോ ചശ്മ, എന്തൊക്കെ തരത്തിലുള്ള മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന. കബി ഗോൽ ചശ്മ, ചിലപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ള ചശ്മയായിരിക്കാം. കബി ചൗക്കോർ ചശ്മ, ചൗക്കോർ മീൻസ് സ്ക്വയർ ഷേപ്പിലുള്ള, ഗോൾ മീൻസ് റൗണ്ട്, ചൗക്കോർ മീൻസ് സ്ക്വയർ ഷേപ്പിൽ. കബി ലാൽ, കബി കാല, ചിലപ്പോൾ ചുവപ്പ് കണ്ണട, ചിലപ്പോൾ കറുത്ത കണ്ണട. കബി ധൂപ് കാ ചശ്മ, ചിലപ്പോൾ കൂളിംഗ് ഗ്ലാസ്, സൺഗ്ലാസ്. കബി ബഡേ കാഞ്ചോം വാല ഗോങ്കോ ചശ്മ, ചിലപ്പോൾ വലിയ ഗ്ലാസ്സുള്ള ഗോഗോ ചശ്മ. പർ കോയിന കോയി ചശ്മ ഹോത്ത ജരൂർ, പക്ഷേ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചശ്മ അതിനകത്തുണ്ടായിരിക്കും. उस धूलधारी यात्रा में हालदार साहब को कौतुक और प्रफुल्लता के कुछ क्षण देने के लिए, എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവുമായിരിക്കും. ആ ഒരു മണ്ണ് നിറഞ്ഞ യാത്രയിൽ, പൊടി പിടിച്ച യാത്രയിൽ ഹാൽദാർ സാഹിബിന് കൗതുകം തോന്നാനും അത്ഭുതം തോന്നാനും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും ആ ഒരു അദ്ദേഹത്തിൻ്റെ യാത്രയിൽ. फिर एक बार ऐसा हुआ कि मूर्ति के चेहरे पर कोई भी कैसे भी चश्मा नहीं था. പിന്നെ ഒരു ദിവസം അദ്ദേഹം നോക്കുമ്പോൾ ആ ഒരു സ്റ്റാച്യുയുടെ മുഖത്ത് ഒരു തരത്തിലുള്ള ഒരു കണ്ണടയും ഉണ്ടായിരുന്നില്ല. റൗണ്ട് ഷേപ്പ് ഒരു തരത്തിലുള്ള കണ്ണടയും ഉണ്ടായിരുന്നില്ല, സ്പെക്ടക്കിൾസും ഉണ്ടായിരുന്നില്ല. उस दिन पान का दुकान भी बंद थी, चौराहे की अधिकांश दुकानों बंद थी. ആ ദിവസം പാൻ ഷോപ്പും ബന്ധായിരുന്നു, അതുപോലെ തന്നെ ചൗരാഹയിലുള്ള ആ ഒരു ക്രോസ് റോഡിലുള്ള കൂടുതൽ കടകളും ബന്ധായിരുന്നു, ക്ലോസ് ആയിരുന്നു. അഗലി ബാർബി മൂർത്തി കി ആങ്കോം പർ ചശ്മ നഹിം തി, അടുത്ത ദിവസവും സ്റ്റാച്ചുവിൻ്റെ മുഖത്തെന്തില്ലായിരുന്നു? ഒരു ചശ്മ കണ്ണട ഉണ്ടായിരുന്നില്ല. ഹാൽദാർ സാഹിബിനെ പാൻ ഗായ और धीरे से पान वाले से पूछा क्यों भाई क्या बात है आज तुम्हारे नेताजी के आंखों पर चश्मा नहीं है. അദ്ദേഹം പയ്യെ അവിടെ നിന്നു. ആ ഒരു ചൗരാഹേൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നിന്ന് പാൻ തിന്നുകൊണ്ട് അദ്ദേഹം ആ ഒരു പാൻ ഷോപ്പുകാരനോട് ചോദിച്ചു, ക്യൂം ബൈ ക്യാ ബാത്തെ, കാര്യം എന്താണെന്ന് പറയാമോ? ആജ് തുമാരെ നേതാജിക്ക് ആങ്കോം പർ ചശ്മ നഹിം ഹെ, ഇന്ന് നിങ്ങളുടെ നേതാജിയുടെ കണ്ണുകളിൽ കണ്ണടയില്ലല്ലോ, എന്തു പറ്റിയെന്ന് പറയാമോ?
പാൻവാല ഉദാസ് ഹോ ഗയ. ആ പാൻ ഷോപ്പുകാരൻ വളരെ സങ്കടപ്പെട്ട് നിന്നു. ഉസ്നെ പീച്ചെ മുടുക്കർ മുഹ് കാ പാൻ നീച്ചെ ദൂക്ക. അദ്ദേഹം പുറകോട്ട് തിരിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വായിലുള്ള, മൂഹ് മീൻസ് വായിലുള്ള, പാൻ നീച്ചെ ദൂക്ക താഴെ തുപ്പി. ഔർ സിർ ചുകാക്കർ അപ്പനി ധോത്തി സെ സിരെ സെ ആങ്കോം പോഞ്ചത്തെ ഹുവ ബോല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തല കുനിച്ചുകൊണ്ട് തൻ്റെ മുണ്ട് കൊണ്ട് അല്ലെങ്കിൽ തോർത്ത് കൊണ്ട്, തലയിൽ കെട്ടിയ ഒരു തോർത്ത് കൊണ്ട് അദ്ദേഹം ആങ്കോം പോച്ചത്തെ ഹുവ, കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു, സാഹബ് ക്യാപ്റ്റൻ മർ ഗയ. സാഹബ്, ക്യാപ്റ്റൻ മരിച്ചിരിക്കുന്നു. അവർ കുച്ച് നെഹിം പൂച്ച് പായെ. ഹൽദാർ സാഹബിന് അപ്പോൾ ഒന്നും ചോദിക്കാനും പറയുവാനും കിട്ടിയില്ല. കുച്ച് പൽ ചുപ് ചാപ്പ് ഖഡേ രഹേ ദേ. അദ്ദേഹം കുച്ച് പൽ മീൻസ് കുറച്ച് മൊമെൻറ്റ്, ഒരു മൊമെൻറ്റ് നേരത്തേക്ക് അദ്ദേഹം ചുപ് ചാപ്പ് ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് അവിടെ നിന്നു. ഫിർ പാൻ കെ പൈസെ ചുക്കാക്കർ ജീപ്പ് മേം ആ ബൈട്ടെ അവർ റവാന ഹോഗെ. എന്നിട്ട് പാനിൻ്റെ പൈസ കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീപ്പിൽ കയറിയിരുന്നിട്ട് രവാന ഹോഗെ, അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിച്ചു. അദ്ദേഹത്തിന് ഭയങ്കര ഫീലിങ്സായി. അദ്ദേഹം ആ ഒരു ചശ്മാവാല മരിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ നമ്മുടെ ഹാൽദാർ സാഹിബിന് വളരെ സങ്കടമായി. बार बार सोचते क्या होगा उस कौम का जो अपने देश की खातिर घर गृहस्थी जवानी जिंदगी सब कुछ होम देने वालों पर भी हंसती है और अपने लिए बिकने में मौका ढूंढती है. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ക്യാ ഹോഗ ഉസ് കംകോ, ഈ ഒരു സൊസൈറ്റിക്ക് മീൻസ് ഈ ഒരു സൊസൈറ്റിക്ക് ഇത് എന്താണ് പറ്റുന്നത്. ജോ അപ്പനെ ദേശ് കി ഖാതിർ, അതായത് ആരാണോ തങ്ങളുടെ ദേശത്തിന് വേണ്ടിയിട്ട് വീടും വീട്ടുകാരെയും തങ്ങളുടെ ജീവനുമെല്ലാം ബലി കർപ്പിക്കുന്നത്, അവരുടെ മുകളിൽ അവരെ പരിഹസിക്കുന്നത് എന്തിനാണ് ഈ സമൂഹം ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അപ്പനെ ലിയ ബിക്കനെ മേ മൗക്കെ ഡുണ്ടേ ഹെ. ഈ ഒരു സൊസൈറ്റി സ്വന്തം തന്നെ വിൽക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ ഉള്ളത്. ഇവർ സ്വന്തം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരെ വരെ ഇവർ പരിഹസിച്ചിരിക്കുന്നു. ദുഃഖി ഹോ ഗയേ, വളരെ സങ്കടം തോന്നുന്നു. 15 ദിൻ ബാത്ത് വഹ് ഫിർ ഉസി കസ്ബെ സെ ഗുസരെ. 15 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ഈ കസ്ബയിലൂടെ കടന്നുപോയി. കസ്ബെ മേ ഗുസ്നെ സെ പെഹലെ, കസ്ബയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഗയാൽ ആയാക്കി, അദ്ദേഹം ചിന്തിച്ചു. കസ്ബെ കി ഹൃദയസ്ഥാനെ മേ സുഭാഷ് കി പ്രതിമ അവശ്യ ഹി പ്രതിഷ്ഠാപതി ഹോഗെ. കസ്ബയുടെ ഹൃദയവാലി, അതായത് കസ്ബയുടെ ഹേർട്ടിൽ തന്നെ എന്തുണ്ടാവും, ആ ഒരു സുഭാഷ് ചന്ദ്രബോസ്ജിയുടെ പ്രതിമയുണ്ടാകും. ലേക്കിൻ സുഭാഷ് കി ആങ്കോം പർ ചശ്മ നെഹിം ഹോഗ. പക്ഷേ സുഭാഷ് ചന്ദ്രജിയുടെ കണ്ണുകളിൽ എന്തുണ്ടാവില്ല, കണ്ണടയുണ്ടാവില്ല, സ്പെക്ടക്കിൾ ഉണ്ടാവില്ല. ക്യോങ്കി മാസ്റ്റർ ബനാന ഭൂൽ ഗയ और ക്യാപ്റ്റൻ മർ ഗയ. കാരണം മാസ്റ്റർ സ്റ്റാച്ചു ഉണ്ടാക്കിയ മാസ്റ്റർ കണ്ണട ഉണ്ടാക്കാൻ മറന്നും പോയി, ക്യാപ്റ്റൻ മരിച്ചും പോയി. സോച്ച ആജ് വഹാം രുക്കെങ്കെ നെഹിം. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇന്ന് ഞാൻ എന്തായാലും ആ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തില്ല. പാൻ ബി നെഹിം ഗായക, പാനും കഴിക്കില്ല. മൂർത്തി കി തരഫ് ദേക്കെങ്കി ബി നെഹിം. മൂർത്തിയുടെ നേരെ, സ്റ്റാച്ചുവിൻ്റെ നേരെ നോക്കുക പോലും ഇല്ല. സീതേ നികൽ ജായെങ്കെ, നേരെ മുന്നോട്ട് പോകും. ഡ്രൈവർ സെ കഹ, എന്നിട്ട് ഡ്രൈവറിനോട് അദ്ദേഹം പറഞ്ഞു, ചൗരാഹെ പർ രുക്ന നഹിം. ചൗരാഹേൻ്റെ അടുത്ത്, ക്രോസ് റോഡിൽ, അതായത് ആ ഒരു കവലയിൽ നിർത്തരുത്. ആജ് ബഹുത്ത് കാം ഹെ, ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. പാൻ ആകെ കഹിം ഗാലെങ്കെ, പാന് മുമ്പിൽ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം. ലേക്കിൻ ആദത് സെ മജ്ബൂർ ആങ്കോം ചൗരാഹെ ആത്തെ ഹി മൂർത്തി കി തരഫ് ഉടുകയി. പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു ഹാബിറ്റ് വന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ആ ഒരു കവലയിലെത്തിയപ്പോൾ വീണ്ടും സ്റ്റാച്ചുവിൻ്റെ നേരെ പോയി. കുച്ച് ഏസാ ദേഖാ കി ചീക്കെ രോക്കോ ജീപ്പ് സ്പീഡ് മേംതി. പക്ഷേ ആ ഒരു കുറച്ച് നേരം അങ്ങോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം ചീക്കെ മീൻസ് അദ്ദേഹം അലറി, രോക്കോ വണ്ടി നിർത്ത്, ജീപ്പ് സ്പീഡ് മേന്തി. ജീപ്പ് വളരെ സ്പീഡിലായിരുന്നു. ഡ്രൈവറിനെ സോർസെ ബ്രേക്ക് മാര. ഡ്രൈവർ വളരെ പെട്ടെന്ന്, സോർസെ മീൻസ് പെട്ടെന്ന് തന്നെ സഡൻ ബ്രേക്ക് ഇട്ടു. രാസ്തേ ചലത്തെ ലോഗ് ദേഖ്നെ ലഗെ. രാസ്തയിലൂടെ, ആ ഒരു വഴിയിലൂടെ പോകുന്ന ആൾക്കാർ അങ്ങോട്ട് നോക്കാൻ തുടങ്ങി. വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതുകൊണ്ട് അതിൽ നടന്നു പോകുന്ന ആൾക്കാർ അവരുടെ നേരെ നോക്കാൻ തുടങ്ങി. ജീപ്പ് രുക്തെ ഹാൽദാർ സാഹബ് ജീക് സെ കൂദ് കർ तेज कदम से मूर्ति की तरफ लपके और उसके ठीक सामने जाकर अटेंशन में गड़ा हो गए.
ജീപ്പ് നിന്നില്ല എന്നുള്ള രീതിയിലെത്തിയപ്പോൾ സാഹബ് ജീപ്പ് സെ കൂദ് കർ ഹാൽദാർ സാഹബ് ജീപ്പിൽ നിന്നും ചാടിയിറങ്ങി. കൂദ് കർ മീൻസ് ചാടിയിറങ്ങി. തേജ് കദം സെ മൂർത്തിക്ക് തരഫ് പെട്ടെന്നുള്ള നടത്തത്തോടെ അദ്ദേഹം മൂർത്തിയുടെ നേരെ ഓടി. അദ്ദേഹം ഉസ്കെ ടീക്ക് സാമനെ ജാക്കർ അറ്റൻഷൻ മേ ഗഡ ഹോഗയെ, അതിൻ്റെ ആ മൂർത്തിയുടെ ആ സ്റ്റാച്ചുവിൻ്റെ നേരെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അറ്റൻഷനായിട്ട് നിന്നു. മൂർത്തിക്ക് ആങ്കോം പർ സർക്കണ്ടേ സെ ബന ചോട്ടാ സാ ചഷ്മ രഖാ ഹുവാ ഥാ. മൂർത്തിയുടെ കണ്ണുകളിൽ സർക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുല്ലാണ്. പുല്ലുകൊണ്ട്, അതായത് പണ്ട് കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടി ഓലയുടെ കണ്ണടകളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ പുല്ലും കൊണ്ടുള്ള ഒരു കണ്ണട, ആ ഒരു ചോട്ടാസ ചഷ്മ രഖാ ഹുവാ ഥാ, അങ്ങനെ നിർമ്മിച്ച ഒരു കണ്ണട അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാച്ചുവിൻ്റെ കണ്ണുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ജയ്സെ ബച്ച ബനാ ലേത്തെ ഹെ, എനിക്ക് തോന്നുന്നു ഏതോ കുട്ടി ഉണ്ടാക്കി വെച്ചതായിരിക്കാമെന്ന് തോന്നുന്നു. ഹാൽദാർ സാഹബ് ഭാവുക് ഹെ, ഹാൽദാർ സാഹബ് വളരെ ഇമോഷണലായി. ഇത്തനി സി ബാത് പർ ഉൻകി ആങ്കോം ബർ ആയി, ഈ ഒരു ചെറിയ കാര്യത്തിന് വരെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതായത് അദ്ദേഹം ആ ഒരു ദേശഭക്തി, കുട്ടികൾക്ക് വരെ ആ ഒരു ദേശഭക്തി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പോൾ എൻ്റെ ഈ ചാപ്റ്ററിലെ വിശദീകരണം, എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു കമൻറ്റ് തരാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിൽ ഞാനിതിൻ്റെ കുറച്ച് വേർഡ്സ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മീനിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതെന്നെ കമൻറ്റിലൂടെ അറിയിക്കണമേ. താങ്ക് യു.